കേരളത്തിൽ നാളികേരത്തിനും മരിച്ചീനിക്കും വില കുതിച്ചു കയറുകയാണ്. ചേമ്പും കാച്ചിലും അടക്കമുള്ള കിഴങ്ങു വർഗ്ഗങ്ങൾ വിപണിയിൽ കാണാൻ പോലും സാധിക്കുന്നില്ല. 1972 പണ്ടാരം വെച്ചു എന്ന് പറയപ്പെടുന്ന വനം വന്യജീവി നിയമത്തിന്റെ പേരിൽ കേരളത്തിൽ വനം വകുപ്പ് സ്വീകരിച്ചു വരുന്ന കാർഷിക കർഷക വിരുദ്ധ നിലപാടുകൾക്ക് കൂച്ചുവിലങ്ങടങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 10-20 വർഷത്തിനുള്ളിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരം കേരളത്തിൽ നാമാവശേഷമാവും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട കാര്യമില്ല. ലോകത്തെ മിക്ക രാജ്യങ്ങളും നൂതനവും ശാസ്ത്രീയവുമായ മാർഗങ്ങളിലൂടെ കൃഷിയിലേക്ക് പുതിയ തലമുറകളെ ആകർഷിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ട ഒരു മേഖലയായി കൃഷിയെ മാറ്റിയെടുത്തത്. അത് ആരാണ്? കഴിഞ്ഞ 70 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ വനവിസ്തൃതി മൊത്തം ഭൂവിസ്തൃതിയുടെ 1/3 കവിഞ്ഞിട്ടും കേരളത്തിലെ വനങ്ങളിൽ ജന്തുസംഖ്യ 100 ഇരട്ടി വർദ്ധിച്ചിട്ടും നാടും നഗരവും വീട്ടുമുറ്റങ്ങളും വഴിയോരങ്ങളും പുലിയും കടുവയും ആനയും പന്നിയും കുരങ്ങും കരടിയും മയിലും കീഴടക്കി. നരവേട്ട തുടരുമ്പോഴും മനുഷ്യനെ മറന്നിരിക്കുന്നത് ഏത് അജണ്ടയുടെ വേതാളങ്ങളാണ്? മനുഷ്യന് വേണ്ടി അല്ലാതെ നിയമം നിയമത്തിനും നീതി അനീതിക്കും വേണ്ടിയും കൂറുമാറുമ്പോൾ ആനയുടെ പന്തായവും കടുവയുടെ ഇരയായി പന്നിയുടെ കളിപ്പാട്ടമായി മാറി ചത്തു വീഴുന്ന പാവപ്പെട്ടവന് ലഭിക്കേണ്ട അടിസ്ഥാന നീതി എവിടെ നിന്ന് ലഭിക്കും? പേപ്പട്ടികൾക്ക് പോലും ഫാൻസ് അസോസിയേഷനും വക്താക്കളുമുള്ള മാതൃകാ രാജ്യത്ത് പേ പിടിച്ച് ചാവുന്ന നിസ്സഹായകരുടെ പക്ഷം ചേരാൻ ഒരു പട്ടി പോലുമില്ല എന്നുള്ള സത്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ അവശേഷിക്കുകയാണ്. പാമ്പിനെയും തേളിനെയും പട്ടിയെയും വണ്ടിനെയും തവളയും എന്നൊക്കെ ഭക്ഷണമാക്കുന്ന ഈ ഭൂഗോളത്തിൽ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ മണ്ണെണ്ണ ഒഴിച്ചിടുന്ന പരിസ്ഥിതി സംരക്ഷണം അത്ഭുതകരമാണ്. മല തുരന്നും പാടം നികത്തിയും പുഴ മറിച്ചും കടൽ കയ്യേറിയും പാറക്കെട്ടുകൾ ഇടിച്ചു നിരത്തിയും ഉണ്ടാക്കുന്ന വികസനങ്ങൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാൻ ഒരു കസ്തൂരിയുമില്ല, ഗാഡ്ഗിലുമില്ല. നാട്ടിലിറങ്ങി മനുഷ്യനെ വേട്ടയാടുന്ന ജന്തുക്കളെ കൊന്നു നിന്നാൽ ഏതവന്റെയോ സന്തുലിതാവസ്ഥ തകരാറിലാകുമത്രേ. അങ്ങനെയെങ്കിൽ അനുദിനം കോടാനുകൂടി ടൺ മത്സ്യവിഭവങ്ങൾ ശേഖരിക്കുന്ന കടലിന്റെ കാര്യം എന്നോ തീരുമായിരുന്നു. നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ജന്തുക്കൾ പെറ്റുപെരുകുമ്പോൾ നിയന്ത്രിക്കാൻ ഒരു പദ്ധതിയും ഇല്ലാത്തവർ അവയെ കർഷകന്റെ ചേരിൽ സംരക്ഷിക്കാൻ മെനക്കിടുകയാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത വല്ലാത്തൊരു പരിസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത്. വനാതിർത്തികളിൽ കഴിയുന്ന ആദിവാസികളും കർഷകരും പാവപ്പെട്ടവരും ജീവൻ കയ്യിലെടുത്ത് ഉറങ്ങാതിരിക്കുമ്പോൾ നിയമം കാലാനുസൃതമായി തിരുത്തി എഴുതേണ്ട തിരുട്ടുമൂഞ്ചികൾ പല വിധത്തിലുള്ള ഒറ്റകാശികൾ തരപ്പെടുത്തി സ്വന്തം ജനതയ്ക്ക് കുരിശു പണിയുകയാണ്. മനുഷ്യന്റെ നിർബന്ധ കുടുംബ ആസൂത്രണം നടപ്പിലാക്കിയ രാജ്യത്ത്, ലക്ഷക്കണക്കിന് അപൂർസനകളും ദയാവധവും നടപ്പിലാക്കുന്ന രാജ്യത്ത്, യുദ്ധത്തിന്റെ പേരിൽ ലക്ഷങ്ങളെ കൊന്നും കത്തിച്ചും പകതീർക്കുന്ന ലോകത്ത് കൊല്ലാൻ വരുന്ന ക്രൂര മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല പോലും. കഷ്ടം തന്നെ.